നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പലയിടത്തും വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞുവെങ്കിലും ദുരിതം മാറിയില്ല. ചാവക്കാട്ടെയും ഗുരുവായൂരിലെയും സ്ഥിതി ശാന്തം. പലയിടങ്ങളിലും സാഹചര്യം വിലയിരുത്താൻ MLA-മാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി നൽകി. പാലം നിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽ ചിറ പ്രദേശത്ത് പുഴ കരകവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളമുയർന്ന ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് വെളിയങ്കോട് സ്വദേശി സുഹൈൽ, പാലപ്പെട്ടി സ്വദേശി നൌഷാദ് എന്നിവർ. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് അന്വേഷണ സംഘം. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 6 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചതായും 8 പേരെ കാണാതായതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 13 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് ജനങ്ങളുടെ പരാതി. എന്നാൽ വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രതികരണം. മരുന്നുകൾ കൃത്യസമയത്ത് എത്തിച്ചില്ലെന്നും ഉദ്യോഗസ്ഥ ഏകോപനം ഉണ്ടായില്ലെന്നും വകുപ്പുകളുടെ ഏകോപനത്തിന് പ്രത്യേക സംവിധാനം വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലയിൽ ചില താലൂക്കുകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിലുമാണ് ക്യാമ്പുകൾ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ സുരക്ഷ മുൻനിർത്തി ദുരന്ത സാഹചര്യം ഒഴിവാക്കാനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിലെ അംഗൻവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ അവധി നൽകിയത്. മഴയ്ക്ക് അല്പം ശമനമായതോടെ വെള്ളക്കെട്ടിൽ അമർന്ന ചാവക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങി. ശനിയാഴ്ച രാത്രിയോടെ തന്നെ മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണ് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞതും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതും. ഇന്നലെ രാവിലെ ആരംഭിച്ച കനത്ത മഴയിൽ ചാവക്കാട് നഗരവും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായി വെള്ളത്തിനടിയിലായിരുന്നു. പഞ്ചാരമുക്ക്, ഏനമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡുകൾ എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. വാഹനഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ മേഖലയിലെ ഗതാഗതവും ദൈനംദിന ജീവിതവും തടസ്സപ്പെട്ടു. പ്രദേശത്ത് നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത്. എന്നാൽ രാത്രിയോടെ മഴ ശമിച്ചതോടെ വെള്ളം ഒഴുകിപ്പോയി. നിലവിൽ നഗരത്തിലെ ഗതാഗതവും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA-യുടെ അധ്യക്ഷതയിൽ മണലൂർ മണ്ഡലം തല അടിയന്തര അവലോകന യോഗം ചേർന്നു. ഗൂഗിൾ മീറ്റിലൂടെ ചേർന്ന യോഗത്തിൽ മണലൂർ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സൂപ്രണ്ടുമാർ, പൊതുമരാമത്ത് റോഡ് വിഭാഗം, ജലസേചന വകുപ്പ്, ഇറിഗേഷൻ എഞ്ചിനീയർമാർ, തഹസിൽദാർമാർ, പാവർട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുവരെ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടും അനുബന്ധ പ്രശ്നങ്ങളും യോഗം വിശദമായി വിലയിരുത്തി. മഴ തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം നൽകി മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, തോടുകളും കാനകളും കലുങ്കുകളും ശുചീകരിക്കുക, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായ നിരീക്ഷണം നടത്തുക, ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സജ്ജമാക്കി രക്ഷാപ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുക എന്നിവയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരസ്പര ഏകോപനത്തോടെ പ്രവർത്തിച്ച മഴ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ അടിയന്തരമായി നടപ്പാക്കണമെന്നും MLA
യോഗത്തിൽ നിർദ്ദേശിച്ചു. ഏത് സമയം അലർട്ടായിട്ട് നിൽക്കണം. ഇപ്പൊ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ പിൻവാങ്ങരുത്. അലർട്ടായിട്ട് നിൽക്കുക. ഇപ്പോഴും മിന്നൽ പ്രളയത്തിന്റെ മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഏത് പ്രദേശം ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോർഡിനേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നേരിട്ട് വിളിച്ചോളൂ. അത് കോർഡിനേറ്റ് ചെയ്യാൻ സെൻട്രലൈസ് ചെയ്ത് ജില്ലാ തലത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. എല്ലാവരും ഇപ്പൊ പറഞ്ഞത് പൊതുവെ PWDയുടെ പ്രശ്നമാണ്. PW റോഡിന്റെ പ്രശ്നം ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഏതായാലും ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവരും നമ്മുടെ മണ്ഡലത്തിൽ ഏത് പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും അങ്ങനെ ഫ്രണ്ടിലുണ്ട് എന്നതിൽ ഒരിക്കൽ കൂടി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. അടിയന്തര സാഹചര്യമുണ്ടായാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ 24 മണിക്കൂറും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലം നിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽ ചിറ പ്രദേശത്ത് പുഴ കരകവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. മുൻപ് പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക ബണ്ട് റോഡ് ജൂൺ മാസത്തിലുണ്ടായ കനത്ത മഴയിൽ തകർന്നിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. നടപ്പാലത്തിന്റെ 2 വശവും അടച്ചുകെട്ടി പൊട്ടിയ ബണ്ട് റോഡിന്റെ അവശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഈ ഭാഗത്ത് പുഴ കരകവിഞ്ഞൊഴുകുന്നത്. മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിസരത്തുള്ള വീട്ടുകാർ ആശങ്കയിലാണ്. പാലത്തിന്റെ മെയിൻ സ്ലാബിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചിരുന്നുവെങ്കിലും പുഴയിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ വീണ്ടും തടസ്സപ്പെട്ടു. കോൺക്രീറ്റിന് വേണ്ടി കെട്ടിയ കമ്പികളോട് ചേർന്നാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. മഴക്കെടുതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനാവശ്യ ഭീതി പടർത്തുന്ന പ്രചരണം നടത്തരുത് എന്ന് NK അക്ബർ MLA കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ സ്കൂൾ കെട്ടിടങ്ങളും മറ്റും ഉപയോഗിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ടതില്ലെന്ന് MLA പറഞ്ഞു. കടപ്പുറം വില്ലേജ് ഓഫീസ് പരിസരത്ത് 3 നിലകളിലായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഷെൽട്ടർ ലഭ്യമാണെന്നും മാറ്റിപ്പാർപ്പിക്കുന്നവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ ഷെൽട്ടറിൽ എത്തിക്കണമെന്നും MLA പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി PWD തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും NK അക്ബർ പറഞ്ഞു. NH കാന നിർമ്മാണത്തിലെ അപാകതകൾ മൂലം വെള്ളക്കെട്ടുണ്ടാകുന്നത് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി MLA നിർദ്ദേശിച്ചു. MLAയുടെ അധ്യക്ഷതയിൽ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തഹസിൽദാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, VO, KSCB, PWD, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഇറിഗേഷൻ എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. പുന്നീർകുളം, മണ്ടത്തോട്, പെരിയമ്പലം മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. ഇവിടങ്ങളിൽ കൂടുതൽ തീരങ്ങൾ കടലെടുത്തു. മഴ കനക്കുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. മഴ ശക്തമായ സാഹചര്യത്തിൽ കടൽക്ഷോഭവും രൂക്ഷമായി. കാപ്പിരിക്കാട്, തങ്ങൽപ്പടി, പെരിയമ്പലം, അണ്ടത്തോട്, മന്ദലാംകുന്ന് എന്നിവിടങ്ങളിൽ കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന അവസ്ഥയാണുള്ളത്. പെരിയമ്പലത്ത് ബീച്ച് റോഡിന്റെ ഒരു ഭാഗം കടലെടുത്തു. സമീപത്തെ ചെമ്മീൻ ഹാച്ചറി പകുതിയോളം കടൽ കയറി. ഇതിന്റെ കോൺക്രീറ്റ് സംഭരണികളും നഴ്സറിയും മതിലും നേരത്തെ കടലെടുത്തിരുന്നു. തങ്ങൽപ്പടി 310 റോഡിലെ സ്വകാര്യ റിസോർട്ടും അപകട ഭീഷണിയിലാണ്. കെട്ടിടം സംരക്ഷിക്കാനായി കഴിഞ്ഞ ദിവസം ഇവിടെ കരിങ്കല്ല് അടുക്കിയെങ്കിലും അതെല്ലാം കടലിനടിയിലാണ്. ഏതാനും വർഷം മുൻപ് നിർമ്മിച്ച അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡ് കടലാക്രമണ ഭീഷണിയിലാണ്. ഇതിന് സമീപം വരെ കടലെത്തിയിട്ടുണ്ട്. പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു തുടങ്ങി ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിൽ തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുന്തിരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വീണ്ടും വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടില്ലെങ്കിലും മഴ കനത്താൽ ഗതാഗതം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പഴഞ്ഞിയിൽ നിന്ന് ചങ്കരംകുളത്തിലേക്കുള്ള എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഈ വഴി സഞ്ചരിക്കുക. ഇത്തവണ ജൂലൈ ആദ്യവാരത്തിൽ പാലത്തിൽ വെള്ളം കയറിയിരുന്നു. പിന്നീട് മഴ കുറഞ്ഞതോടെ വെള്ളക്കെട്ട് ഒഴിവായി. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ പാലത്തിൽ വീണ്ടും വെള്ളം കയറുകയായിരുന്നു. 20 വർഷമായി മഴക്കാലത്ത് റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. പാടത്തിന് കുറുകെയുള്ള റോഡ് ഉയർത്തി നിർമ്മിച്ചാൽ വെള്ളക്കെട്ട് ഒഴിവാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതിനായി ഇരു ജില്ലകളിലെയും ജനപ്രതിനിധികൾ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റു വാർത്തകൾ. വടക്കേക്കാട് നായരങ്ങാടിയിൽ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നായരങ്ങാടിയിൽ സ്ഥലത്തെ പ്രമുഖ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ പിടിയിൽ.
നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും വെളിയങ്കോട് താമസിക്കുന്ന ആളുമായ ഓട്ടോ സുഹൈൽ എന്ന് വിളിക്കുന്ന സുഹൈൽ, പാലപ്പെട്ടി സ്വദേശി നൌഷാദ് എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി സഗോക് ടീമും വടക്കേക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് നായരങ്ങാടിയിലെ പ്രമുഖ ജ്വല്ലറിയായ പാലത്തിങ്കൽ ജ്വല്ലേഴ്സിൽ പുറകുവശത്തെ ചുവരിൽ മാൻഹോൾ ഉണ്ടാക്കി മോഷണശ്രമം നടത്തിയത്. ഇതിനിടെ സെക്യൂരിറ്റി അലാം ശബ്ദിച്ചതിനാൽ പ്രതികൾ ശ്രമം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. നായരങ്ങാടിയിൽ നഗരത്തെ പ്രധാന ഭാഗത്ത് നടന്ന മോഷണശ്രമത്തിൽ വ്യാപാരി വ്യവസായികൾ അടക്കമുള്ളവർ ഭീതിയിലായിരുന്നു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സാഗോക് ടീമും വടക്കേക്കാട് പോലീസും ചേർന്ന് അന്വേഷണം നടത്തി. പ്രതികൾ ജ്വല്ലറി തുറക്കുന്നതിനും മറ്റുമായി കൊണ്ടുവന്ന ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സാധന സാമഗ്രികൾ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. പിന്നീട് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. തൃശൂർ സിറ്റി പോലീസിന്റെ അന്വേഷണ മികവാണ് പ്രതികളെ സംഭവം നടന്ന 3 ദിവസത്തിനകം തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സേതു ഗുരുവായൂർ, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേന്ദ്രൻ, വടക്കേക്കാട് ഇൻസ്പെക്ടർ ജസ്റ്റിൻ, വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ SI സലാം, സിവിൽ പോലീസ് ഓഫീസർ റോഷൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പിടികൂടിയ പ്രതികളുമായി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വടക്കേക്കാട് ജ്വല്ലറി കവർച്ച സെക്യൂരിറ്റി അലാം ശബ്ദിച്ചില്ലായിരുന്നുവെങ്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാകുമായിരുന്നു അത്. എന്നാൽ അപായ സൂചന ഉണ്ടായതോടെ പ്രതികളുടെ വൻ മോഷണ പദ്ധതി തകിടം മറിഞ്ഞു. നായരങ്ങാടിയിലെ ജ്വല്ലറി കവർച്ച സംബന്ധിച്ച് വൻ ആസൂത്രണമാണ് പ്രതികൾ നടത്തിയിരുന്നത്. ജ്വല്ലറി തുറക്കുന്നതിനും ലോക്കർ, ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർക്കുന്നതിനുമായി സിലിണ്ടർ അടക്കമുള്ളവ 2 ദിവസം മുമ്പേ തന്നെ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുവന്നിട്ടിരുന്നു. ജില്ലയ്ക്ക് പുറത്തുനിന്നാണ് ഗ്യാസ് കട്ടർ ശേഖരിച്ച് കേസിലെ 3ാം പ്രതിയും ഗുഡ്സ് ഓട്ടോ ഓടിക്കുന്ന ആളുമായ നൌഷാദ് ജ്വല്ലറിയുടെ സമീപത്തെ പറമ്പിൽ ഒളിപ്പിച്ചത്. പിന്നീട് ആർക്കും സംശയം തോന്നാതിരിക്കുന്നതിനായി സാധാരണ രീതിയിൽ ഇരുചക്ര വാഹനത്തിലാണ് പ്രതികൾ സംഭവ ദിവസം ഇവിടേക്കെത്തിയത്. നിരവധി കവർച്ചാ കേസുകളിൽ കുപ്രസിദ്ധിയാർജിച്ച ഓട്ടോ സുഹൈലാണ് ഈ കേസിലെ പ്രധാന പ്രതിയും ആസൂത്രകനും. ജില്ലയ്ക്കകത്തും പുറത്തുമായി 50ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ നിന്നും വൻ സ്വർണ്ണക്കവർച്ച നടത്തിയ സംഭവത്തിലെ പ്രതിയാണ് സുഹൈൽ. മോഷ്ടിച്ച് ലഭിച്ച പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുന്നതാണ് ഇയാളുടെ ശൈലി. 3 മാസം മുമ്പ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഴുമല്ലൂർ ക്ഷേത്രത്തിൽ ഓഫീസ് റൂമിനകത്ത് കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഇയാളെ പിടികൂടിയിരുന്നു. വടക്കേക്കാട് ജ്വല്ലറിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ചുമർ തുറന്ന ഭാഗം ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതു മനസ്സിലാക്കിയാണ് ഇവർ കവർച്ച ആസൂത്രണം നടത്തിയത്. നാട്ടുകാരുടെ ജാഗ്രതയും ഉടമസ്ഥന്റെ ഇടപെടലുമാണ് മോഷണം വിഫലമാക്കിയത്. തുടർന്ന് പഴുതടച്ച അന്വേഷണത്തിൽ ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടാനായത് പോലീസിനും അഭിമാന നേട്ടമായി. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക് കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 11 മണിക്ക് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും. CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ KCCL MD അനിൽ മംഗലത്ത് MPLS പ്രഖ്യാപനം നടത്തും. തിരുവോണ സമ്മാന പദ്ധതി ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശ് നിർവഹിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അനുബന്ധ സ്ഥാപനങ്ങൾ, വിവിധ ബ്രോഡ്ബാൻഡ് സേവനദാതാക്കൾ തുടങ്ങിയവരുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിക്കും. ചടങ്ങിൽ സാങ്കേതിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന CCTV ജീവനക്കാരെ ഉപഹാരം നൽകി ആദരിക്കും. CCTV ഡയറക്ടർ NV അബ്ദുസമദ് സ്വാഗതവും ചെയർമാൻ KR അനന്തരാമൻ നന്ദിയും പറഞ്ഞു. ചടങ്ങ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. നമ്മുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ CCTVയുടെ ടെക്നിക്കലായിട്ടുള്ള വലിയൊരു അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ടുള്ള ബ്രോഡ്ബാൻഡാണെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോഗത്തിലുള്ള ഏറ്റവും കൂടുതൽ സാധനം ബ്രോഡ്ബാൻഡാണ്. അതിൽ ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്നുള്ള പോലെയാണ്. അപ്പം അതിൽ ഏറ്റവും വലിയ ഒരു കാൽവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മറ്റേ അധികവും മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ മാത്രം ചെയ്യുന്ന ടെക്നോളജി അപ്ഗ്രേഡേഷനിൽ പെട്ട ഒരു അപ്ഗ്രേഡേഷനാണ്. നല്ല ചിലവുള്ള ഒരു അപ്ഗ്രേഡേഷനാണ് ഇപ്പോൾ CCTV ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാനത്ത് തന്നെ സബ് ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ടെക്നോളജി നടപ്പിലാക്കിയത്. ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ്.
നാടിന്റെ മുത്തശ്ശി യാത്രയായി 107 വയസ്സുകാരി അടുപ്പുട്ടി പരേതനായ കൂത്തൂർ ഉട്ടൂപ്പ് ഭാര്യ മറിയാമയാണ് നിര്യാതയായത്. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതനായ വർഗീസ്, ബാബു എന്നിവർ മക്കളാണ്. ഓമന വർഗീസ്, LC ബാബു എന്നിവർ മരുമക്കളുമാണ്. കനത്ത മഴയിലും പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ പാലം പണി പുരോഗമിക്കുന്നു. പാലത്തിന് സമീപം നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെ ബൈക്കുകളും ഓട്ടോറിക്ഷകളും സഞ്ചരിക്കുന്നുണ്ട്. ചെറുവള്ളിക്കടവിലെ പഴയ പാലം പൊളിച്ചതോടെയാണ് ബൈക്കുകൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും പോകാനായി താൽക്കാലിക റോഡ് നിർമ്മിച്ചത്. താൽക്കാലിക റോഡിന് ഉയരം കുറഞ്ഞതിനാൽ വെള്ളം റോഡിലേക്ക് കയറുന്ന അവസ്ഥയാണ്. മഴയിൽ തോട്ടിൽ വെള്ളം നിറഞ്ഞതോടെ റോഡിനൊപ്പം വെള്ളമായ നിലയിലാണ്. മഴ കനത്താൽ റോഡിലേക്ക് വെള്ളം കയറുകയും ഗതാഗതം പൂർണ്ണമായി നിലയ്ക്കുമെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. ഇത് ഒഴിവാക്കാനായി നിലവിലെ റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 100 അടി തോടിന് കുറുകെ ഉണ്ടായിരുന്ന പാലമാണ് 2 മാസം മുൻപ് പൊളിച്ചത്. പാലം പണി പുരോഗമിക്കുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് വാഹനയാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചൂണ്ടൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 16ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ചൂണ്ടൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമം ഡിവൈഎഫ്ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ M പീതാംബരൻ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം RL ശ്രീലാൽ മുഖ്യാതിഥിയായി. ഡിവൈഎഫ്ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA സൈഫുദ്ദീൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TA ഫൈസൽ, ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് CD വാസുദേവൻ, കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് AV വല്ലഭൻ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി CS അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. 1982-ൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ചിനിടെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ KV സത്യൻ, 2004-ൽ രജനി S ആനന്ദിന്റെ ആത്മഹത്യയെ തുടർന്ന് UDF സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരായുള്ള സമരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിൽവാസം അനുഭവിച്ച PS നിഷാദ് എന്നിവരുൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ ആദ്യകാല പ്രവർത്തകരെയും നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. പുന്നയൂർകുളം പഞ്ചായത്തിന് മുൻപിൽ LDF നടത്തിയ മാർച്ചും ധർണയും രാഷ്ട്രീയ പ്രേരിതമായ പ്രഹസനമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ മാർച്ച് 31-ന് മുൻപ് നൽകേണ്ട 3ാം ഗഡു കിട്ടാത്തതിന്റെ പേരിലാണ് പല പഞ്ചായത്തുകളിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നത്. കഴിഞ്ഞ LDF സർക്കാർ ത്രിതല പഞ്ചായത്തുകൾക്ക് 3ാം ഗഡു നൽകാത്തതിന്റെ പേരിലാണ് പഞ്ചായത്തുകൾക്ക് പ്ലാൻ ഫണ്ടിൽ കുറവുണ്ടായത്. 2019-2020 കാലഘട്ടത്തിൽ പല പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുത്തിയ ആളുകൾ പുതിയ സർക്കാർ വന്നപ്പോൾ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. 2024-2025 വർഷങ്ങളിലും 30% ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നും ഹസൻ തളികശ്ശേരി കൂട്ടിച്ചേർത്തു. ഈ പുന്നയൂർകുളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ സമരമാണിത്. നിരന്തരം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കാരണം ഈ കരച്ചില് മാറണമെങ്കിൽ ഭരണം കിട്ടുമോ അല്ല കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. വളരെ ഭംഗിയായി ഇവരൊക്കെ പറയുന്ന എല്ലാ മെമ്പർമാരും ആവശ്യപ്പെട്ട എല്ലാ മെമ്പർമാരെ വാർഡുകളിലും കൃത്യമായി കുടിവെള്ള വിതരണം നടന്നു. ഒരു പ്രയാസമില്ലാതെ നടന്നു. അത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെറുതെ അത്തരത്തിലുള്ള ഒരു സമരം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതാണ്. ഈ സമരവും ധാർമ്മികമായി അവർക്ക് ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ലാത്തതാണ്. പഴയ 3ാം ഗഡു എന്തുകൊണ്ട് തന്നില്ല എന്ന് ചോദിച്ച് ഇവര് സമരം ചെയ്തില്ലെങ്കിൽ അതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാഗ അന്നഗർ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. റോഡ് തകർന്നും വെള്ളക്കെട്ടുമാണ് പാതയിലെ യാത്ര ദുരിതപൂർണമാക്കുന്നത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട വാഗ മുതൽ അന്നഗര വരെയുള്ള 3 കിലോമീറ്റർ ദൂരം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാർ കാൽനടയായും കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും സൈക്കിളുകളിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന റോഡാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. വാഗ റെയിൽഗേറ്റ് ഇറങ്ങിവരുന്ന 2 ഭാഗങ്ങളിലും വലിയ കുഴിയും വെള്ളക്കെട്ടുമുണ്ട്. ട്രെയിൻ കടന്നുപോകാൻ മിനിറ്റുകളോളം വാഗ റെയിൽഗേറ്റിന് ഇരുവശവും കാത്തുകിടക്കുന്ന വാഹനങ്ങൾ ട്രെയിൻ പോയതിനുശേഷം തിടുക്കത്തിൽ മുന്നോട്ടെടുക്കുമ്പോൾ വെള്ളക്കെട്ടിൽ വീണ് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. മറ്റം മുതൽ വാഗ മാലതി UP സ്കൂൾ വരെയുള്ള ദൂരത്തിൽ മുൻ MLA മുരളി പെരുന്നെല്ലി ഇടപെട്ട BMBC ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ വാഗ സ്കൂൾ മുതൽ അന്നഗര വരെയുള്ള ദൂരം യാത്ര ചെയ്യാനാകാത്ത വിധം തകർന്നു കിടക്കുകയാണെന്നും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ എടുക്കണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. വാഗ സ്കൂൾ മുതൽ അന്നഗര വരെ ഉള്ള 3 കിലോമീറ്റർ ദൂരം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തീർത്തും യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയായിട്ടാണ് കിടക്കുന്നത്.
വളരെ കാലങ്ങളായി ഈ നില തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം അടിയന്തരമായിട്ട് ഉണ്ടാക്കണം. കാരണം യാത്രക്കാരെന്ന് പറയുമ്പോൾ സൈക്കിൾ യാത്രക്കാർ മുതൽ ടിപ്പർ ലോറി വരെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴികൂടെ. റെയിൽവേ ക്രോസിൻ്റെ അവിടെയാണെങ്കിൽ തീരെ ഒരു നിലയ്ക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കണം എന്നാണ് നാട്ടുകാരെന്നുള്ള എനിക്ക് പറയാനുള്ളത്. ചിറയൻകാട് മഹല്ല് കമ്മിറ്റിയുടെയും ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ നിർവഹിച്ചു. മഹല്ല് ഹാളിൽ നടന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് കെ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് സ്പെഷ്യൽ സ്ക്വാഡ് പ്രിവന്റീവ് ഓഫീസർ കെ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഖത്തീബ് മുബഷീർ ബാക്കവി മുഖ്യാതിഥിയായി. മഹല്ല് സെക്രട്ടറി ഹസൻകുട്ടി, മുഹമ്മദ് കുട്ടി ചിറയൻകാട്, KM റഫീഖ്, ഹാരിസ് ഫൈസി, ഹംസ പാപ്പിരുത്തി, NM റഫീഖ്, NM നസീം എന്നിവർ സംസാരിച്ചു. കേരള മഹിളാ സംഘം വടക്കേക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാ രാജൻ ഉദ്ഘാടനം ചെയ്തു. സിന്ധു മനോജ് അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി പ്രസീത അർജുനൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുധീഷ് അമരായിൽ, അംഗങ്ങളായ VU റഹീം, ബിജു കണ്ടംപുള്ളി, KM ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സെക്രട്ടറി സുബിത സുധീഷ്, ജോയിന്റ് സെക്രട്ടറി സിന്ധു മനോജ്, പ്രസിഡന്റ് പ്രസിത ബിജു, വൈസ് പ്രസിഡന്റ് ദിവ്യ ധനീഷ് എന്നിവരെ തെരഞ്ഞെടുത്തു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെ തുടക്കം. സപ്തതിയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് തൊഴിയൂർ ഭദ്രാസന അരമനയിൽ വിപുലമായ പരിപാടികളോടെ തുടക്കമായി. ജന്മദിനത്തോടനുബന്ധിച്ച് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ശേഷം തൊഴിയൂർ ഭദ്രാസന കൗൺസിൽ ഹാളിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ തിരുമേനി സഭയിലെ വൈദികരോടും സഭാ ഭാരവാഹികളോടുമൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. സഭയുടെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ ഇടവകാംഗങ്ങളും സഭാവക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും സഭയുടെ വിവിധ ഭക്തസംഘടനാ പ്രവർത്തകരും മധുരം പങ്കിട്ടു. തിരുമേനിക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി സഭ നടത്തുന്ന ധനസഹായ പദ്ധതിയായ തൈബൂസ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി, എപ്പിസ്കോപ്പൽ രജത ജൂബിലി, പൗരോഹിത്യ സുവർണ ജൂബിലി എന്നിവയുടെ സംയുക്താഘോഷം ആഗസ്റ്റ് 29-ന് കുന്നംകുളം ടൗൺ ഹാളിൽ വിപുലമായി നടത്തുമെന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തിച്ചൂർ വടമന ശിവക്ഷേത്രത്തിൽ അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണം നടന്നു. പുലർച്ചെ നടതുറക്കൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, കലശപൂജ, തുടർന്ന് കുടംധാര, അഭിഷേകം, ഉഷപൂജ, രുദ്രജപം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊളോണൽ നാരായണൻ നായർ അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീധരൻ അയ്യപ്പമഠം അധ്യക്ഷനായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ P ധർമ്മരാജൻ, PV അശോകൻ, KU സതീശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ സാന്തോം കോൺവെന്റിലെ സിസ്റ്റർ എക്സ്പെക്ട നിര്യാതയായി. 89 വയസ്സായിരുന്നു. അങ്കമാലി മൂക്കന്നൂർ ഇടവകയിൽ കൊച്ചുവറീദ് റോസ ദമ്പതികളുടെ 4 മക്കളിൽ ഇളയവളായിരുന്ന കത്രീന B.Ed പഠനം പൂർത്തീകരിച്ച ശേഷം 1966-ലാണ് സന്യസ്ത ജീവിതം ആരംഭിച്ചത്. തിരുവസ്ത്രം സ്വീകരിച്ചതോടെ സിസ്റ്റർ എക്സ്പെക്ട എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. ഒല്ലൂർ സെന്റ് മേരീസ്, കണ്ടശങ്കടവ് സേക്രഡ് ഹാർട്ട്, പാവർട്ടി CKC ദീപ്തി ഭവൻ എന്നിവിടങ്ങളിൽ അധ്യാപികയായും തൃശൂർ സെന്റ് ആൻസ് ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രധാന അധ്യാപികയായും പ്രവർത്തിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം സാന്തോം കോൺവെന്റിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അന്ത്യം. കോൺവെന്റ് ചാപ്പലിൽ പൊതുദർശന ശേഷം ഉച്ചതിരിഞ്ഞ് 3:15 അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്കും ശുശ്രൂഷകൾക്കും ശേഷം സംസ്കാരം നടത്തി. വൈദികർ, സന്യസ്തർ, കുടുംബാംഗങ്ങൾ, ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് കേരള ചാപ്റ്ററും നാഷണൽ നിയോനാറ്റൽ ഫോറവും കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റലും സംയുക്തമായി ബേസിക് നിയോനാറ്റൽ റെസ്യൂസിറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പ്രസിഡന്റ് ഡോക്ടർ മുകേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരായ മുരളിരാജ്, രാജഗോപാൽ, നിത്യ, നെൽബി ജോർജ്, പവൻ, ധന്യ എന്നിവർ സംസാരിച്ചു. ജനനസമയത്ത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന നവജാത ശിശുക്കൾക്ക് സാധാരണ നിലയിൽ ശ്വസിക്കാനും രക്തയോട്ടം കൂട്ടുവാനും നൽകുന്ന അടിയന്തര വൈദ്യസഹായവും പുനരുത്തേജന പ്രവർത്തനങ്ങളെപ്പറ്റിയും സുദീർഘമായ ക്ലാസുകളും ചർച്ചകളും ഉണ്ടായി.
ദിവ്യകാരുണ്യത്തിന്റെ അപ്പോസ്തലനായ പീറ്റർ ജൂലിയൻ എയ്മാറിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ദേവാലയമായ മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടന്നു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി കാർമ്മികനായി. ജൂലൈ 31 മുതൽ ലതീഞ്ഞും നൊവേനയോടുകൂടി നവനാൾ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ഊട്ട് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ രഞ്ജി മണ്ടുബാൽ, ജെയിംസ് വടക്കൻ, റോയ് അക്കര, സാലി വിൻസെന്റ്, MP സിജോ, റോബി അക്കര, ജോസ് CV, സുരേഷ് താണിക്കൽ, അഭിനവ് KJ എന്നിവർ കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി. ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 8, 9 ശനി ഞായർ തീയതികളിലായി ഭക്തിസാന്ദ്രമായി ആചരിക്കും. തിരുനാൾ ദിനമായ 9 രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷപൂർവമായ തിരുനാൾ കുർബാന ഫാദർ ടോണി കാക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രസുതേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവ ഉണ്ടായിരിക്കും. മരത്തങ്കോട് മേരിമാതാ പള്ളിക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലന്താനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമാണ്. ഇയാൾ ചിറ്റിലങ്ങാട് റോക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിറ്റിലങ്ങാട് നടന്ന ക്യാമ്പ് 16ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജിത്തു മുണ്ടന്തറ അധ്യക്ഷനായി. കോർഡിനേറ്റർ മണികണ്ഠൻ സംസാരിച്ചു. KJ ജിതിൻ സ്വാഗതവും MM മിഥുൻ നന്ദിയും പറഞ്ഞു. ക്ലബ്ബ് ഭാരവാഹികളായ PA ദിലീപ്, വിഗിൽ MV, റനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുവാൻ വ്യത്യസ്തവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് ഇയാൾ ചിറ്റിലങ്ങാട് റോക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. ക്ലബിന്റെ 20ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത്. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നാടിന് ഗുണപ്രദമാകുന്ന വിവിധ പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഇയാൾ ചിറ്റിലങ്ങാട് റോക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. RJD എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രവർത്തക യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് MP റഫീഖ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുഴകളിലെ മണലെടുക്കുവാൻ സർക്കാർ അനുമതി നൽകണമെന്ന് റഫീഖ് തങ്ങൾ ആവശ്യപ്പെട്ടു. യോഗത്തിൽ രഞ്ജിത്ത് വടുതല അധ്യക്ഷത വഹിച്ചു. ഗോപി, KK ശ്രീജിത്ത് പണിക്കർ, സുജാത ഉണ്ണിരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകാശൻ കുണ്ടന്നൂർ സ്വാഗതവും ധീരജ് മുരിങ്ങത്തേരി നന്ദിയും പറഞ്ഞു. CPIM പുന്നൂർക്കുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ C കേശവൻ അനുസ്മരണം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം സുധീഷ് കൊളത്തേരുടെ അധ്യക്ഷതയിൽ ഏരിയ സെക്രട്ടറി TT ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പുന്നൂക്കാവ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പുന്നൂർക്കുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS സുരേഷ്, CPM ബ്രാഞ്ച് സെക്രട്ടറി നസീർ, C ധർമ്മൻ, സദു തൃപ്പറ്റ്, ബേബി, സമീർ എന്നിവർ പങ്കെടുത്തു. ചരമം പെങ്ങാമുക്ക് കളരിക്കൽ കരുമത്തിൽ കൃഷ്ണവിഹാറിൽ രാധാ ബാലകൃഷ്ണൻ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ജയപ്രകാശ്, മണികണ്ഠൻ, മോഹൻദാസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പലയിടത്തും വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞുപോയെങ്കിലും ദുരിതം മാറിയിട്ടില്ല. ചാവക്കാട്ടെയും ഗുരുവായൂരിലെയും സ്ഥിതി ശാന്തം. വിവിധയിടങ്ങളിൽ സാഹചര്യം വിലയിരുത്താൻ MLA-മാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി നൽകി. പാലം നിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽ ചിറ പ്രദേശത്ത് പുഴ കര കവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് വെളിയങ്കോട് സ്വദേശി സുഹൈൽ, പാലപ്പെട്ടി സ്വദേശി നൌഷാദ് എന്നിവർ. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ്. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക് കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.